എങ്ങനെയാണ് ബബ്ബ കാണോ ശരിക്കും? ബബ്ബ കാണുമെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഞാൻ വേറെ ആരെയും അതിലേക്ക് കമ്പൽ ചെയ്യുന്നില്ല. കാണാണ്ടിരിക്കുക, അത് പേഴ്സണൽ ഒപ്പീനിയൻ. ഇതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഐ വിൽ നോട്ട് വാച്ച് ഇറ്റ്. ഞാൻ തെറ്റാണോ? എടാ, ഇനി അഥവാ നീ മരിച്ചു പോയാലും നീ പേടിക്കണ്ട വിജയ. ഈ കേസ് ഞാൻ കണ്ടുപിടിച്ചോളാം. അറം പറ്റില്ല വിജയ. FDFS കാണത്തില്ലെന്നാണോ അതോ OTT കാണുമെന്നാണോ? അല്ല, OTT-ലും കാണത്തില്ല. കാണില്ല. ദിലീപ് സിനിമകള് ഇല്ല. ബഹിഷ്കരിക്കും. ബ്യൂട്ടിഫുൾ ഗേൾ. ഇത്ര നല്ലൊരു പെൺകുട്ടിയെ ഞാൻ ഒരു ജീവിതത്തിൽ കണ്ടിട്ടില്ല. ബട്ട് ഇപ്പോഴത്തെ പടം എന്തായാലും കാണത്തില്ല. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. പഴയ ദിലീപ് ആക്ച്വലി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ തന്നെയാണ്. ഇത്രയൊക്കെ കേട്ടിട്ടും എനിക്കൊന്നും മനസ്സിലായില്ലടാ പുല്ല്. അപ്പൊ ദിലീപ് ഈ പണി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ളവർക്ക് കൂടി അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ദിലീപ് വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ട് ബാക്കിയുള്ളവരെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. കോടതി എന്നെ വിധിച്ചെന്താണ്, പുള്ളിക്കാരൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞാണ് വിധിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെതിരെ എന്തിനാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട കാര്യം? ചിലരൊക്കെ കാരണം എന്റെ 7-8 വർഷമാണ് നഷ്ടമായത്. അപ്പൊ ദിലീപിന്റെ ബബ്ബ റിലീസ് എത്താണ്, സിനിമ കാണോ? ഇല്ല, കാണില്ല. കാണാൻ പോകുമ്പോൾ അയാളുടെ വ്യക്തി ജീവിതമല്ലല്ലോ നമ്മൾ എടുക്കുക. അയാൾ അവതരിപ്പിക്കുന്ന കഥാപാത്രം അല്ലെങ്കിൽ അയാൾ നമ്മളെ എങ്ങനെ, അല്ലെങ്കിൽ ഒരു ആസ് എ ഓഡിയൻസ് നമ്മളെ അയാൾ എങ്ങനെ എന്റർടൈൻ ചെയ്യിക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പൊ ഈവൻ റീൽസിൽ പോലും ആണെങ്കിലും ഇൻസ്റ്റഗ്രാം തുറന്ന് ദിലീപിന്റെ ഇത് കാണുമ്പോൾ പോലും ഞാൻ എൻ്റെ പിള്ളേർക്ക് വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതിങ്ങനെ ഒരു ഇതാണ് ക്രൈം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളാണ്, ഇങ്ങനെയാണെന്നുള്ളത്. ബിക്കോസ് പിള്ളേരും അത് അറിയണം എന്നുള്ളതാണ്. എന്താ ഉറക്കം വരുന്നു? എന്തുകൊണ്ട് കാണില്ല? അത് പുള്ളിക്കാരൻ ഒരു പെർപെട്രേറ്റർ ആണ്. പുള്ളിക്കാരന്റെ പടങ്ങൾ കാണാനായിട്ട് എനിക്ക് താല്പര്യമില്ല. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.